ഷാഫി പറമ്പിൽ ആരോപണം ഉന്നയിച്ച പോലീസ് ഉദ്യോഗസ്ഥൻ അഭിലാഷ് ഡേവിഡിനെ സർവീസിൽ തിരിച്ചെടുത്തത് ട്രൈബ്യൂണൽ ഉത്തരവിനെ തുടർന്നാണ്. ഗുണ്ടാബന്ധം ആരോപിച്ചായിരുന്നു സസ്പെൻഷൻ. പിന്നാലെ ലൈംഗിക പീഡന കേസിൽ വീഴ്ച വരുത്തിയെന്നും ആരോപണമുയർന്നു. ട്രൈബ്യൂണലിൽ അഭിലാഷ് ഡേവിഡിന് അനുകൂലമായ നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. ക്രിമിനൽ പശ്ചാത്തലമുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ ശക്തമായ നടപടികൾ തുടരുകയാണ്. ഏറ്റവും ഒടുവിൽ 3 പോലീസുകാരെ പിരിച്ചുവിട്ടുകൊണ്ടാണ് തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു ഉത്തരവിറക്കിയിരിക്കുന്നത്. CI അഭിലാഷ് ഡേവിഡ്, പോലീസ് ഡ്രൈവർ ഷെറി എസ് രാജ്, ട്രാഫിക് സ്റ്റേഷനിലെ പോലീസുകാരൻ റെജി ഡേവിഡ് എന്നിവരെയാണ് ഇപ്പോൾ സിറ്റി പോലീസ് കമ്മീഷണർ പിരിച്ചുവിട്ടുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഇതിൽ CI ആയ അഭിലാഷ് ഡേവിഡ് ഇപ്പോൾ നിലവിൽ റെയിൽവേ പോലീസ് CI ആയിരുന്നു. ഗുണ്ടാബന്ധത്തിന്റെ പേരിൽ ഇപ്പോൾ സസ്പെൻഷനിലാണ്. CI അഭിലാഷ് ഡേവിഡ് ശ്രീകാര്യം SHO ആയിരിക്കുമ്പോൾ ലൈംഗിക പീഡന കേസിൽ അന്വേഷണത്തിൽ വീഴ്ച വരുത്തി എന്നുള്ള ആരോപണം, ആ ആരോപണത്തിന്റെ പേരിലാണ് ഇപ്പോൾ സേനയിൽ നിന്ന് നീക്കം ചെയ്തിരിക്കുന്നത്. ആർ അനന്തകൃഷ്ണൻ വിവരങ്ങളുമായി ചേരുകയാണ്. അനന്തൻ, ആ വാർത്ത നമ്മൾ പുറത്തുവിടുന്നു. മാത്രമല്ല, കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും പുറത്തുവിട്ട ദൃശ്യങ്ങളും പ്രിന്റ് മീഡിയയുടെ പതിപ്പുമൊക്കെ ആയിട്ടാണ് ഷാഫി പറമ്പിൽ വാർത്താ സമ്മേളനം നടത്തുന്നത്. അതിനുശേഷം ഇംതിയാസ് കരീം ഈ അഭിലാഷ് ഡേവിഡിനെ വിളിച്ച് സംസാരിക്കുന്ന സമയത്ത് എനിക്കെതിരെ സസ്പെൻഷൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ് അഭിലാഷ് ഡേവിഡിന്റെ പ്രതികരണം. അതായത്, ഞാൻ പിന്നീട് ട്രൈബ്യൂണലിൽ പോയി തുടങ്ങിയ കാര്യങ്ങളൊന്നും പറയുന്നില്ല, എനിക്കെതിരെ സസ്പെൻഷൻ നടപടി മാത്രമേ ഉണ്ടായുള്ളൂ എന്നുള്ളതാണ് പ്രതികരണം. പിരിച്ചുവിടുന്നു, അത് കൊട്ടിഘോഷിക്കുന്നു, ശേഷം തിരിച്ചെടുക്കുന്നു എന്നാണോ? മധു, നമ്മൾ 2023 ജനുവരി 20 കൊടുത്ത ആ വാർത്ത റിപ്പോർട്ടിംഗ് ആണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ ഉയർത്തി കാണിച്ചത്. അന്ന് ഈ അഭിലാഷ് ഡേവിഡിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിട്ടു എന്നായിരുന്നു നമ്മളടക്കം മാധ്യമങ്ങൾ അന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത്. പിറ്റേ ദിവസം പത്രങ്ങളിലും ആ വാർത്ത വന്നിരുന്നു. ഇപ്പോൾ നമ്മൾ അന്വേഷിക്കുമ്പോൾ മനസ്സിലാകുന്നത് അന്ന് പിരിച്ചു വിടുന്നു എന്നാണ് നമ്മളെ അറിയിച്ചിരുന്നത്. പക്ഷേ പിരിച്ചുവിടൽ ഭാഗമായുള്ള നോട്ടീസ് നൽകി എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ആ നടപടിക്ക് ശേഷം അഭിലാഷ് ഡേവിഡ് അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് ട്രൈബ്യൂണലിൽ പോയി. ട്രൈബ്യൂണലിൽ അഭിലാഷിന് അനുകൂലമായ ഒരു നിലപാടാണ് സർക്കാരും എടുത്തത്. കാരണം പിരിച്ചുവിടേണ്ട ഒരു കുറ്റം അഭിലാഷ് ചെയ്തിട്ടില്ല എന്നാണ് സർക്കാരും അവിടെ സ്വീകരിച്ചത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1.5 വർഷത്തിന് ശേഷം അഭിലാഷിനെ തിരിച്ചെടുക്കാനുള്ള ട്രൈബ്യൂണൽ ഉത്തരവ് വന്നത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും റീഇൻസ്റ്റേറ്റ് ചെയ്തുകൊണ്ടുള്ള പിരിച്ചുവിടേണ്ട തരത്തിലുള്ള കുറ്റം ചെയ്തിട്ടില്ല എന്ന നിലപാടും തമ്മിൽ എത്ര കാലത്തെ വ്യത്യാസമുണ്ട്? മാധു, അന്ന് തിരുവനന്തപുരം ജില്ലയിൽ പോലീസ് ഗുണ്ട ബന്ധമുണ്ട് എന്ന് വ്യാപകമായ ആരോപണങ്ങളും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് തെളിവുകളും പുറത്തു വന്നിരുന്നു. അഭിലാഷ് ഡേവിഡ് അടക്കം അന്ന് CIമാരും ഒപ്പം ഡിവൈഎസ്മാരും ഒക്കെ ആരോപണത്തിന് നിഴലിലായിരുന്നു. അതിൽ പ്രധാന കാരണം, അഭിലാഷിനെ സസ്പെൻഡ് ചെയ്യാനുള്ള കാരണം, അന്ന് ഒരു 2 അധോലോക സംഘങ്ങൾ തമ്മിലുള്ള തർക്കം പരിഹരിക്കാൻ ഇവർ ഇടപെട്ടു എന്നുള്ള ആരോപണവും അതിൻ്റെ തെളിവുകളും പുറത്തു വന്നു. അതിനെ തുടർന്നാണ് റെയിൽവേ CI ആയിരുന്ന അഭിലാഷിനെ സസ്പെൻഡ് ചെയ്തത്. അതിന് തൊട്ടു പിന്നാലെ ശ്രീകാര്യം SHO ആയിരുന്ന സമയത്ത് ഒരു ലൈംഗിക ആരോപണ കേസ് വലിയ വീഴ്ച വരുത്തി എന്നുള്ളൊരു ആരോപണം കൂടി ഉയർന്നു. അപ്പോൾ ഇത് രണ്ടും കൂടി വന്നപ്പോഴാണ് അഭിലാഷിനെ പിരിച്ചുവിടാനുള്ളൊരു നടപടിയിലേക്ക് അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന CH നാഗരാജു പോയത്. അന്ന് അഭിലാഷിനെതിരെ അഭിലാഷ് അടക്കം 3 ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നു. 3 ഡിവൈഎസ്പിമാരെ സസ്പെൻഡ് ചെയ്യുന്നു. മംഗലപുരം പോലീസ് സ്റ്റേഷനിലെ മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി, അവിടെ സ്വീപ്പർ ഒഴിച്ച് മുഴുവൻ ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടിയെടുക്കുന്നു. അങ്ങനെ തിരുവനന്തപുരം ജില്ലയിലാകെ ഉദ്യോഗസ്ഥർക്കെതിരെ വലിയ നടപടിയെടുക്കുന്നുള്ള പ്രതീതിയാണ് ഉണ്ടാക്കിയത്. ഒരു പക്ഷേ അന്ന് ഈ പിരിച്ചുവിടാനുള്ള കാരണം കാണിക്കൽ മെമ്മോ കൊടുത്തിട്ട് അന്ന് മാധ്യമങ്ങളിൽ പിരിച്ചുവിട്ടു എന്ന ഒരു നിലപാടാണ് അന്ന് സർക്കാർ സ്വീകരിച്ചതെന്നാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ശരി, ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്. സർക്കാർ തന്നെ നടപടിയെടുക്കുന്നു, പിന്നീട് ട്രൈബ്യൂണലിലേക്ക് വരുമ്പോൾ അത്തരം കടുത്ത നടപടികൾക്ക് സാധ്യമായ തരത്തിൽ ഉള്ള കുറ്റം ചെയ്തിട്ടില്ല എന്ന നിലപാടെടുക്കുന്നു. പിന്നെ എന്തിനാണ് ഇപ്പോൾ അങ്ങനെ ഉള്ളൊരു ബോധ്യത്തിന്റെ പേരിലാണെങ്കിൽ പിന്നെ എന്തിനാണ് പിരിച്ചുവിടാനുള്ള നോട്ടീസ് അടക്കം നൽകിയത് എന്നുള്ളതൊരു ചോദ്യമാണ്. മറുപടി ഉണ്ടാകും എന്ന് വിചാരിക്കാം. ആർ അനന്തകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.